നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. പല കുട്ടികളും ഈ ജന്തുശാസ്ത്രം, അതായത് സുവോളജിയൊക്കെ പഠിച്ചിട്ട്, പ്രത്യേകിച്ച് BSc സുവോളജിയൊക്കെ പഠിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. സാറേ, സുവോളജി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, എവിടെയാണ് തൊഴിൽ അവസരങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളൊരു കോഴ്സ് പോകുന്നതിന് മുമ്പായിട്ട് ആ കോഴ്സിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ സ്കോപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇനി അതല്ലെങ്കിൽ പോലും കോഴ്സ് ഓപ്റ്റ് ചെയ്തതിന് ശേഷം 3-4 വർഷം പഠിക്കുന്നതിൻ്റെ ഇടയിലെങ്കിലും ഒരല്പസമയം, ഒരു ദിവസമെങ്കിലും ഇതിൻ്റെ അവസരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം. ഓർക്കുക, ഈ BSc സുവോളജി കഴിഞ്ഞവർക്ക് പല PG പഠന അവസരങ്ങളുണ്ട്. അത് സുവോളജിയിൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റു പല മേഖലകളും. ഉദാഹരണത്തിന് ഈ എംബ്രിയോളജി പോലെയുള്ള പല മേഖലകളിലും അവസരങ്ങളുണ്ട്. ഇനി അതല്ലെങ്കിൽ ജോലിയൊക്കെ തേടുന്നവരാണെങ്കിൽ എല്ലാ ഡിഗ്രിക്കാരെയും പോലെ ഒട്ടനവധി മേഖലകളിൽ തൊഴിൽ അവസരങ്ങളുണ്ട്. അത് ബാങ്ക്, IT ഇങ്ങനെ പല മേഖലകളിലുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കോറായിട്ട് ഈ സുവോളജിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പോലും ഒട്ടനവധി അവസരങ്ങളുണ്ട്. അത് ഗവൺമെൻറ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും ഒക്കെ അവസരങ്ങളുണ്ട്. സ്വയം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വരെ അവസരങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സുവോളജിക്കാർക്കുള്ള തൊഴിൽ അവസരങ്ങൾ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡി അവസരങ്ങൾ, അതിന് പറ്റുന്ന മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒരു എക്സ്പേർട്ടുമായിട്ട് സംവദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ സുവോളജിയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഇനി എന്ത് എന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം ജന്തുശാസ്ത്രം, അതായത് സുവോളജിയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, പ്രത്യേകിച്ച് കരിയർ അവസരങ്ങൾ, ജോലി അവസരങ്ങൾ, അതേപോലെ ചില പഠന അവസരങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനൊരു കരിയർ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഐസക് തോമസ്. ഐസക് സാറിനെ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും പരിചയം കാണും. നമ്മളിതിനു മുമ്പ് പല വീഡിയോകളിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. മുൻപ് ന്യൂസിലാൻഡിലായിരുന്നു, ഓൺലൈനിലൂടെയായിരുന്നു അന്ന് ജോയിൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് അദ്ദേഹം അവൈലബിളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു അവസരം മനസ്സിലാക്കാം. ഈ കരിയർ ഡിസിഷൻ മേക്കിംഗ്, അതുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ PhD ചെയ്ത വ്യക്തിയാണ്, ഒരു പ്രമുഖ കരിയർ എക്സ്പേർട്ടാണ്. അപ്പോൾ സാർ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ മേഖലയിലെ സുവോളജിയുമായി ബന്ധപ്പെട്ട ആദ്യം സുവോളജി എന്താണ് എന്നൊന്ന് അറിയാൻ മേലാത്തവർക്ക്, എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് വരണം എന്നാൽ വലിയ ധാരണ ഇല്ലാത്തവർക്കൊന്ന്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സുവോളജി എന്ന ആ പഠന വിഷയം ബയോളജിയുടെ ഏറ്റവും മേജർ ബ്രാഞ്ചാണ്. ബയോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു മേഖല സുവോളജി ആയിരിക്കും. കാരണം ജന്തുശാസ്ത്രമാണ് എന്ന് വെച്ചാൽ സ്റ്റഡി അബൌട്ട് സ്പെസിഫിക്കലി ആനിമൽസാണ്. ആനിമൽസിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം, പെറ്റ് ആനിമൽസും വൈൽഡ് ആനിമൽസും. അതിൽ വൈൽഡ് ആനിമൽസ് വളരെ അത്ര അതിനോടുള്ള കമ്പമുള്ളവർക്ക് പറ്റിയതാണെങ്കിൽ പെറ്റ് ആനിമൽസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അത് നമുക്കിവിടെ നമ്മുടെ ഉപജീവനത്തിന് ഉപകരിക്കുന്നത് മുതൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇഷ്ടവും പരിപാലനവും ഇതൊക്കെ ആയിട്ട് വളരെയേറെ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത്, ആ മൃഗങ്ങളുടെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നത്, അതിൻ്റെ ഇവല്യൂഷൻ പഠിക്കുന്നത്, അങ്ങനെ ഒട്ടനവധി അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സുവോളജിയുടെ ഒരു രസകരമായ ഒരു കാര്യം. ശരി, ഓക്കെ. അപ്പോൾ ഈ സുവോളജി കഴിഞ്ഞവരൊക്കെ ഒത്തിരി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ മേഖലയിലെ അവസരങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് പഠനാവസരം, അത് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് തൊഴിലവസരങ്ങൾ, ഇത് പഠിച്ചവർക്ക് എവിടെയൊക്കെയാണ് ജോലി അവസരങ്ങൾ, അതൊന്ന് സൂചിപ്പിക്കാമോ? സുവോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചില രാജ്യങ്ങളിൽ അവിടെയുള്ള മനുഷ്യരെക്കാളും കൂടുതൽ മൃഗങ്ങളാണുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു രാജ്യത്ത് ആയിരുന്നു ഞാൻ കുറച്ച് ന്യൂസിലാൻഡിലുള്ള മനുഷ്യർ ഏകദേശം 50 ലക്ഷമാണെങ്കിൽ ഒരു കോടിക്ക് അടുത്ത് അവിടുത്തെ പശുക്കളാണ് ജീവികളുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മൃഗസംരക്ഷണം അത്രത്തോളം അവരുടെ ആ പോപ്പുലേഷനെ വെച്ച് പരിഗണിച്ച് നോക്കുമ്പം അത് നമ്മളുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട, മനുഷ്യനുമായിട്ട് ഇണങ്ങി കഴിയുന്ന മൃഗങ്ങളും എന്നാൽ മനുഷ്യനോട് ഇണങ്ങാത്ത
ഈ കാട്ടിൽ കഴിയുന്ന മൃഗങ്ങളെയും ഒക്കെ ചേർത്ത് വേണം നമ്മൾ ഈ ലോകത്തെ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ. അത്രയും ബാഹുല്യമുള്ള, അത്രയും വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ശരി. അപ്പൊ ഈ വിഷയത്തെ സമീപിക്കുമ്പം തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ അതിനെ തൊഴിലവസരങ്ങൾ നമുക്ക് പ്രധാനമായും സാറിപ്പോ ചോദിച്ചതിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ വിവിധ സെക്ടറുകളിലാണ് തൊഴിൽ ഉള്ളത് എന്നുള്ളതാണ്. അത്തരം ഓരോ സെക്ടറിനെയും എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞത് ഗവൺമെന്റ് സെക്ടറിലെ അവസരം അതായിരിക്കും ഏറ്റവും ആളുകൾ നോക്കുന്ന ഒരു. അതെ അതെ അത് ആദ്യം സാർ ഒന്ന് തീർച്ചയായിട്ടും. അപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ തൊഴിൽ കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയും പോലെ സുരക്ഷിതത്വം നമുക്കുണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പം അതിൽ റിസർച്ച് മേഖലയിൽ വന്നാൽ ആ റിസർച്ചിനെ കൂടുതൽ ഇവിടെ പരിഗണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലൈക്ക് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പം നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒതൻറ്റിക് അതോറിറ്റി ആയിട്ട് ഉള്ള ഒന്നാണ്. അപ്പം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ ഗവേഷണ മേഖലകളെ പരിപാലിക്കുന്ന അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് കീഴിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളയിടത്ത് ജോലി കിട്ടുന്നു. അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്ക് ഗവേഷണവും അനുബന്ധമായ മേഖലകളിലേക്കും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. എന്നാൽ സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോഴും നമുക്കിവിടെ ഉള്ള സൂസ്, മൃഗശാലകളിൽ, അതൊന്നും ചുമ്മാ മൃഗശാലകളിൽ ചുമ്മാ കാടന്മാരെയും ഒന്നുമല്ല നടത്തുന്നത്. പഠിച്ച് പലപ്പോഴും ഈ സുവോളജിക്കൽ പാർക്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റിന് വരാറുണ്ട്. അത് വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് അവിടെ അവസരങ്ങളുള്ളത്. അത് ഇപ്പം അതുപോലെ തന്നെ ഇവർക്ക് നമ്മുടെ ഫോറസ്റ്റ് നമ്മുടെ യോധയിൽ ഫോറസ്റ്റ് മുഴുവൻ കാണാണെന്ന് പറഞ്ഞ പോലെ ഫോറസ്റ്റ് മുഴുവൻ കാട് മാത്രമല്ല മൃഗങ്ങളും ഫോറസ്റ്റ് മുഴുവൻ മൃഗങ്ങളും. അപ്പൊ അവിടെയും അവസരങ്ങളുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി. അതെ. ആ അവിടെയുള്ള അവസരങ്ങളിലെ നമ്മൾ മനസ്സിലാക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലകളിൽ ഉള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രത്യേകിച്ചും വൈൽഡ് ലൈഫ്, അതൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. വൈൽഡ് ലൈഫ് അതിന്റെ ആ മേഖലകളിൽ ഉള്ള തൊഴിലവസരങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കൂടാതെ നമുക്കിവിടെ നോക്കിക്കേ, നമ്മുടെ കരയിലുള്ള മൃഗങ്ങളെ പോലെ തന്നെ കടലിലെയും ജീവികളെ, ഫിഷറീസ് ആൻഡ് അക്വാട്ടിക് കൾച്ചർ, വൈൽഡ് ലൈഫ് കൂടാതെയാണ് ഇപ്പറയുള്ള ഒരു മേഖല. സാറേ നമുക്ക് കൊച്ചിയിലെ യൂണിവേഴ്സിറ്റി സിഫ്നെറ്റ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് കേരളത്തിലുണ്ട്. പക്ഷെ പല കുട്ടികളും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചെടുത്ത് BSc ഫിഷറീസ് കഴിഞ്ഞാൽ അത് ആ മേഖലയിൽ കടലിലെ തൊഴിൽ അവസരങ്ങൾ, കടലിലുള്ള തൊഴിൽ, കരയിൽ നിന്ന് തന്നെ തൊഴിൽ ചെയ്യുന്നു. പക്ഷെ കടലിലുള്ള സമ്പത്ത്, കടലുമായി ബന്ധപ്പെട്ട അവസരം. അപ്പൊ ആ വകുപ്പ് ഗവൺമെന്റ് സെക്ടറിൽ വരുന്നതാണ്. ശരി. ആ വകുപ്പും. അപ്പോൾ അങ്ങനെ അക്വാട്ടിക് കൾച്ചർ, ഫിഷറീസ്, ഈ വകുപ്പുകളെല്ലാം. പിന്നെ ഡയറി സയൻസ്, ഡയറി ഫാമും പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട ജോലികൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പോസ്റ്റുകളാണ്. അതിലേക്കുള്ള എൻട്രി നിസ്സാരമായിട്ടുള്ള ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് അവസരങ്ങൾ. പ്രൈവറ്റിലേക്ക് വന്നാൽ എന്തൊക്കെയാണ്? പ്രൈവറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ ഫീൽഡുകളിൽ, അതായത് ഈ വെറ്റിനറി മെഡിസിൻ പോലെയുള്ള കമ്പനികൾ മേജറായിട്ട് കൂടുതൽ ഇതിൽ ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരുപാട് ഈ വ്യക്തികളുടെ ഫാമുകൾ, അതുപോലെ ഇപ്പം ഈ എമർജിങ് ജോബ്സ്, ഭാവിയിലേക്ക് ഫ്യൂച്ചർ എമർജിങ് ജോബ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പെറ്റ് കെയറുമായി ബന്ധപ്പെട്ട. സാറ് ഈ കോവിഡ് വന്ന് സാറും ശ്രദ്ധിച്ചു കാണും, ഞാൻ വളരെയേറെ പല കുടുംബങ്ങളിലെ ഇപ്പോൾ കൗൺസിലിങ്ങും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കോവിഡ് വന്ന സമയത്ത് പല കുടുംബങ്ങളിലെയും പേരൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് പെറ്റാനും പ്രത്യേകിച്ചും ഡോഗ്സ്, കെനൽസ്, അതിനെ പരിപാലനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖല വളരെ വലിയ രീതിയിൽ അതിപ്പം ഈ ചെറിയ മീൻ ഗപ്പിയെ വളർത്തി, പിന്നെ പ്രാവിനെ വളർത്തി, പട്ടിയിലേക്ക് എത്തി, പശുവിലേക്ക് വരെ നീളേണ്ടതാണ്. പശുവിലേക്ക് എത്തുന്നതിന് മുമ്പ് കോവിഡ് തീർന്നു പോയി. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള സ്വകാര്യ സെൽഫ് ലെവലില് നമുക്കതിനെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന്. സ്വകാര്യ മേഖല പറയുമ്പോൾ നമ്മൾ സുവോളജിക്കൽ പാർക്ക് പറഞ്ഞല്ലോ, അത് ഗവൺമെന്റ് കീഴിലായിരിക്കും. പക്ഷേ
വിദേശത്തൊക്കെയുള്ള പല സഫാരി പാർക്കുകളും പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖല ഇനി ഞാൻ അത് പറഞ്ഞപ്പോൾ മറ്റൊരു അവസരം ഓർക്കുമായിരുന്നു. ഈ വൻതാര എന്ന പേരിൽ റിലയൻസിൻ്റെ ഒരു വലിയ പാർക്ക് അത് ലോകത്തിലെ തന്നെ ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു പാർക്കാണ്. അത് ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഈ ഇങ്ങനെയുള്ളവർക്കുള്ള വലിയ അവസരങ്ങൾ അവിടെയുണ്ട്. അപ്പം പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും അവസരങ്ങളുണ്ട് അല്ലേ? പിന്നെ മറ്റൊരെണ്ണം ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാവുന്ന ഒന്ന്, ഈ സുവോളജി അങ്ങ് പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് BSc സുവോളജി കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ് നമ്മുടെ എംബ്രിയോളജി എന്ന് പറഞ്ഞ ഒരു പഠനശാല. എംബ്രിയോളജി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഈ ഹ്യൂമൻ എംബ്രിയോ. അതായത് ഹ്യൂമൻ എംബ്രിയോ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വിവാഹിതരാകുന്ന ദമ്പതികളെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പം അതിലൊരു 10 പേരെടുത്താൽ അതിലൊരു 9 പേർക്ക് പക്ഷേ 1% എന്ന് വെച്ചാൽ 100-ൽ 10 പേർക്ക് മക്കളുണ്ടാവില്ല. ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടോ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ഒക്കെ ആവാം. പക്ഷെ അതിന് ഒരു ഗൈനക്കോളജിസ്റ്റിനല്ല കാണേണ്ട, ഒരു എംബ്രിയോളജിസ്റ്റിനെ കാണേണ്ടത്. അപ്പോൾ ഈ എംബ്രിയോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഇപ്പോൾ നമുക്ക് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. അവിടെ PG MSc ആണ്. അത് 20 മാസം കൊണ്ട് തീരുന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് എംബ്രിയോളജിസ്റ്റ് ആയി. അപ്പം ഈ സുവോളജി ഡിഗ്രി പഠിച്ചവർക്ക് വേണമെങ്കിൽ PG ഈ ഒരു കോഴ്സിനെ വേണമെങ്കിൽ പോകാൻ പറ്റും. നല്ല അവസരം, നല്ലൊരു എമർജിങ് കോഴ്സാണ്. അങ്ങനെയുള്ള സുവോളജിക്കാർക്ക് പോകാം. പിന്നെ ജനറ്റിക്സിലേക്ക് പോകാം. അപ്പോൾ ഹ്യൂമൻ ജനറ്റിക്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ആനിമൽ ജനറ്റിക്സിലേക്ക് അവർക്ക് പോകാവുന്ന അവസരങ്ങളുണ്ട്. റിസർച്ചിലോട്ട് പോകാവുന്നതുണ്ട്. ബയോടെക്നോളജിക്ക് പോകാം. അങ്ങനെ വിവിധങ്ങളായ ഫീൽഡിലേക്ക് ഇവർക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മൾ വിട്ടുപോയത്, എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും പറയാത്ത ടീച്ചിങ് മേഖല. തീർച്ചയായിട്ടും അത് നമ്മൾ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. സുവോളജി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സുവോളജി എന്ന് പറയുന്ന കോഴ്സിനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ സാറിന് ശ്രദ്ധിച്ച് കാണുമായിരിക്കും, നമുക്കിപ്പോൾ സയൻസ് വിഷയങ്ങൾ ഈ പറഞ്ഞ സയൻസ് എടുത്ത കുട്ടികൾക്ക് ഈ ബയോളജി സ്പെഷ്യലൈസ് ചെയ്ത കുട്ടികൾക്ക് പലപ്പോഴും ആ സ്ട്രീം എടുത്തവർക്ക് ഇപ്പോൾ കോളേജുകളിൽ കുട്ടികളധികം ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാതെ തന്നെ മിക്ക കോളേജുകളിലും സീറ്റ് വേക്കൻ്റായി മാറും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൊഴിലവസരങ്ങളെ മനസ്സിലാക്കാത്തത്. അങ്ങനെ നോക്കുമ്പം ഇത് ഗവൺമെൻറ് സെക്ടറുകളിലെ സുവോളജി പഠിക്കാൻ പറ്റുന്നത് എയ്ഡഡ് കോളേജുകളിലേ ഉള്ളൂ. പ്രൈവറ്റ് കോളേജുകൾ പഠിക്കാൻ പറ്റില്ല. കാരണം ലാബ് ലബോറട്ടറി സപ്പോർട്ട് വേണ്ടതുകൊണ്ട്. അതുകൊണ്ട് പൈസ മുടക്കാതെ പഠിക്കാൻ അവസരമുണ്ട്. അങ്ങനെ മുമ്പോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ തൊഴിലവസരങ്ങളും ഉണ്ട്. ഇനി സാറേ, ഇതിനകത്ത് ഈ IIT പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇതിൻ്റെ ഹയർ സ്റ്റഡിക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ഈ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, രാജ്യത്തെ വളരെ വൺ ആൻഡ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെയുള്ള സയൻസിന് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എനിക്കൊന്നു ഐക്കർ അതേപോലെയുള്ള സെൻറ്ററുകളിലും ഐസർ പോലെയുള്ള ഇടത്തുമൊക്കെ നമുക്ക് ഇതിൻ്റെ ഗവേഷണ മേഖലകളിലോട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലും ടിഫർ പോലെയുള്ള ഇടത്തൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഹയർ ലെവലിലോട്ട് പോകാൻ ഗവേഷണം നടത്തി മുന്നേറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല നല്ല സാധ്യതകളുണ്ട്. വിദേശത്തും ഇങ്ങനെയുള്ള പഠനങ്ങൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ സൗജന്യമായിട്ട് ഇവർക്ക് PG ഒക്കെ പഠിക്കാനായിട്ട് ഗവൺമെൻറ് സ്പോൺസർഷിപ്പിൽ മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഈ ഫാമുകളൊക്കെ നടത്തി വേണമെങ്കിൽ വലിയ രീതിയിലുള്ള വരുമാനം നമുക്ക് നേടിയെടുക്കാനുള്ള അവസരം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ രീതിയിലും ഇതൊരു മികച്ച ഒരു സാധ്യത. ഡയറി ഫാംസ്, പോൾട്രി ഫാംസ്, അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അതൊരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം പരിഗണിക്കണം. ഇത് പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് സംരംഭങ്ങളിലേക്ക് തിരിയാനായിട്ട് പറ്റും. ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് സെൽഫ് ഇങ്ങനെയുള്ളത് ചെയ്യാൻ ഒരു തടസ്സമില്ല. അപ്പം പറഞ്ഞു വന്നാൽ ഗവൺമെന്റ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും റിസർച്ചിലും സെൽഫ് എംപ്ലോയ്മെൻറ്റിലും ഒക്കെ അവസരങ്ങൾ ഉണ്ട്. ഒന്ന് കണ്ണ് തുറന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സുവോളജിക്കാർക്ക് ഒത്തിരി ഹയർ സ്റ്റഡി ഓപ്ഷൻസ് അല്ലെങ്കിൽ ജോലി തേടുന്നതിനൊക്കെയുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് ഇങ്ങനെയുള്ള അവസരങ്ങൾ കാണണം എന്ന് മാത്രം. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളോട് ഐസക് സാറ് സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഐസക് സാറിനെ കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ നമ്പരൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയാൽ സാറിന് ഈ കരിയർ ഗൈഡൻസ്
സഹായങ്ങളൊക്കെ ചെയ്തു നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇത്രയും സമയം ചിലവഴിച്ചതിന് ഐസക് സാറിനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കട്ടെ. അപ്പം സുവോളജിയെക്കുറിച്ചും ബോട്ടണിയെക്കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോസ് പ്രത്യേകിച്ച് ഐസക് സാറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഈ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാം. മറ്റ് കരിയർ മേഖലയിലൊക്കെ അവസരങ്ങൾ ഈ ചാനലിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും ശുഭകരമായ ഒരു ഭാവി, ഒരു കരിയർ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.